നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സംസ്ഥാനം പ്രത്യേക സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാര്യങ്ങളെല്ലാം ശുഭമാണെന്ന് പറയുവാൻ കഴിയുകയുമില്ല. ഭയപ്പാടല്ല, മുൻകരുതലും പ്രതിരോധവും തന്നെയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, പരിസരം, വീട് ശുചിത്വം, വ്യക്തി ശുചീകരണം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേക ശ്രദ്ധ ഇതിനുവേണ്ടി ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ നാട്ടിൽ കഴിയുന്ന പ്രവാസികളുടെ ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന ആശങ്ക നിലവിലുണ്ട്. നോർക്ക വഴി ബന്ധപ്പെട്ട എംബസികളെ അറിയിച്ച് സാമ്പത്തിക നഷ്ടമുണ്ടാകാതെ അവരുടെ തിരിച്ചുപോക്കിന് എങ്ങനെ സമയം മാറ്റി കിട്ടുമെന്നത് വിമാന കമ്പനികളുമായെല്ലാം സംസാരിച്ച് തീരുമാനമുണ്ടാക്കുമെന്നും നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിനായി നോർക്കയുടെ ടോൾ ഫ്രീ നമ്പർ ഉടൻ തന്നെ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. കൃത്യമായ ജാഗ്രത പാലിച്ചാൽ നമ്മളുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാകും. അക്കാര്യത്തിൽ എല്ലാവരും ജാഗ്രതയും പൗരബോധത്തോടു കൂടിയും പെരുമാറണം. എല്ലാവരുടെയും സഹകരണവും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഇനി നമ്മുടെ നാടിന് ആവശ്യം. സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശങ്ങളോട് ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസ് വിമാനത്താവളങ്ങളിൽ എത്തുന്നവരുടെ വിശദമായ വിവരങ്ങൾ നേരിട്ട് തന്നെ ശേഖരിക്കും. ആരോഗ്യവകുപ്പ് അധികൃതരുടെ കൂടെ ഇവരെ നേരിട്ട് കണ്ട് അവബോധം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ ഏത് വിധേനയും നാട്ടിലെത്തിക്കാനുള്ള എല്ലാ വഴികളും സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗൾഫ് രാജ്യങ്ങള് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചില രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ വിഷമിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ആ വിഷയങ്ങള് ചിലപ്പോൾ അവരുടെ ജോലിയെ തന്നെ ബാധിക്കുന്നതാണ്. അത് കേന്ദ്രത്തിന്റെ, പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കൂ എന്ന കേന്ദ്ര നിബന്ധന അത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നമ്മുടെ ചില ആൾക്കാർ ചില എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ആ ശ്രമങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ ആ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പെടുത്തിയിട്ടുണ്ട്. ചില ഗൾഫ് രാജ്യങ്ങളിൽ, ഇപ്പോൾ ബഹ്റിനിൽ 2 മലയാളികൾക്ക് വൈറസ് ബാധ ഉണ്ടായതായി വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ശക്തമായ മുൻകരുതലും ജാഗ്രതയും തുടരേണ്ടതിന്റെ സൂചന കൂടിയാണ്. രോഗം ബാധിച്ച ആളുകളും രണ്ടുപേരും ഗൾഫിൽ നിന്ന് വന്നവരാണെന്ന് ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. ഇന്നത്തെ യോഗത്തില് റവന്യൂ മന്ത്രി, ആരോഗ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ മന്ത്രി, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സെക്രട്ടറിമാരും എല്ലാം പങ്കെടുത്തിരുന്നു. ഇത്തരത്തിലുള്ള അവലോകനങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം നടത്തണമെന്നാണ് കണ്ടിട്ടുള്ളത്. നാം ഒരു പ്രത്യേക സാഹചര്യം നേരിടുകയാണ്. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. സെക്രട്ടറിമാര് ആരെങ്കിലും ലീവിലുണ്ടെങ്കിൽ അവരെല്ലാം ലീവ് റദ്ദ് ചെയ്ത് ഇപ്പോൾ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമെന്ന് പൊതുവിൽ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എല്ലാവരും നാടാകെ നല്ല ജാഗ്രതയോടെ ഇതിന് ഒത്തൊരുമയോടെ നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതേസമയം കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ ചട്ടങ്ങൾ, നിർദ്ദേശങ്ങൾ പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ പറയാൻ. ഇപ്പൊ നാട്ടിൽ കഴിയുന്ന ആളുകളുടെ ജോലി അത് ഒരു പ്രശ്നം തന്നെയാണ്. പുറത്തേക്ക് അവിടെ തിരിച്ചു പോകാൻ കഴിയാതെ വന്നാൽ ജോലി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇക്കാര്യത്തില് സംസ്ഥാന സർക്കാരിന്റെ നോർക്ക വകുപ്പ് ബന്ധപ്പെട്ട എംബസികളുമായി സംസാരിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ യാത്രാ ടിക്കറ്റുകൾ റദ്ദ് ചെയ്യപ്പെട്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാതെ അവരുടെ തിരിച്ചുപോക്കിന് എങ്ങനെ ഈ സമയം മാറ്റി കിട്ടാൻ പറ്റും, അത് വിമാന കമ്പനികളുമായി, അതേസമയം കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയവുമായി ചർച്ച നടത്തി തീരുമാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആശങ്കകളും ബുദ്ധിമുട്ടും നേരിടുന്നവർക്ക് സഹായം നൽകുന്നതിന് നോർക്ക വകുപ്പ് ഒരു പ്രത്യേക കോൾ സെന്റർ ആരംഭിക്കുകയും ചെയ്യും. കോവിഡ് ആഗോളതലത്തിൽ ഗുരുതരമായ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ നാം കാണേണ്ടത് കൃത്യമായ ജാഗ്രത നമ്മൾ പാലിച്ചാൽ
കൃത്യമായ നടപടിക്രമങ്ങൾ നമ്മൾ പാലിച്ചാൽ അതിലൂടെ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയും. ഇതേവരെ നമുക്കത് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും നമുക്കത് തുറന്ന് പാലിക്കാൻ കഴിയണം. ഇക്കാര്യത്തിലാണ് നല്ല ജാഗ്രത എല്ലാവരും പുലർത്തേണ്ടത്. അപ്പോൾ ജാഗ്രതയും പൗരബോധത്തോടെയുള്ള പെരുമാറ്റവുമാണ് ആവശ്യം. ഒരു തരത്തിലുള്ള ഭയപ്പാടുമല്ല ഉണ്ടാകേണ്ടത്. ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിന്റെ ഗൗരവത്തിനനുസരിച്ചുള്ള നടപടികളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. എല്ലാവരുടെയും സഹകരണവും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവുമാണ് ഈ ഘട്ടത്തിൽ ഒഴിച്ചുകൂടാത്തത്.